നമസ്കാരം, ഞാൻ വിവേക്. വി വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് R15 V3യുടെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഇതെൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഹരിനന്ദൻ്റെ വാഹനമാണ്. R15 V3 അല്ലെങ്കിൽ R15ൻ്റെ വെർഷൻ ഫസ്റ്റ് തൊട്ട്, അത് ആദ്യത്തെ വെർഷൻ തൊട്ട് തന്നെ ഒരു സ്പോർട്ടി ഔട്ട്ലുക്കുള്ള ഒരു ട്രാക്ക് വാഹനമാണ് യമഹ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ പവർ ഡെലിവറിയൊക്കെ അത്തരത്തിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. അത് നമ്മൾ R15 ഓടിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. R15ൻ്റെ പ്രത്യേക ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റ് വീഡിയോകളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റൈഡിങ് പോസ്റ്റർ തന്നെയാണ്. ആ ഒരു സ്പോർട്ടി വാഹനം അല്ലെങ്കിൽ ഒരു ട്രാക്ക് വാഹനം എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചറെല്ലാം തന്നെ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുഡ് പെക്സ് ആയാലും അതിൻ്റെ കുറച്ചുകൂടെ പുറകോട്ട് ഇറങ്ങിയിരിക്കുന്ന ഫുഡ് പെക്സും അതുപോലെ ആ ഒരു ഹാൻഡിലും ഒക്കെ ഒരുപാട് ആ ഒരു സ്പോർട്ടി വാഹനം എന്നുള്ള ഒരു സാധ്യതയിലേക്ക്, അല്ലെങ്കിൽ ഒരു 150 cc ഒരു വാഹനത്തിൽ ഒരു സ്പോർട്ടി വാഹനം നിർമ്മിക്കുന്നതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും തന്നെ R15 V3 വെർഷനിൽ വരുമ്പോഴേക്കും സാധിച്ചു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് അത് അതിൻ്റെ ഒരു ഫുൾ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഒരു 6 സ്പീഡിൻ്റെ ട്രാൻസ്മിഷൻ, ആ ഒരു ടോർക്കിൻ്റെ ഫിഗർ എല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനിയിപ്പോൾ വാഹനത്തിൻ്റെ സ്ട്രക്ചർ പരമായിട്ടുള്ളതും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ഫംഗ്ഷനലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് R15 V3യുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. വളരെ പ്രസൻസ് നൽകുന്ന, റോഡിലൊക്കെ പോകുന്ന സമയത്ത് നല്ല പ്രസൻസ് നൽകുന്ന ഒരു ലുക്കാണ്. അതായത് സ്പോർട്ടി ആയിട്ടുള്ള ലുക്കാണ് വാഹനത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഡെൽറ്റ ബോക്സ് എന്നുള്ള ഒരു ഫ്രെയിമിലാണ് ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്പോർട്ടി ലുക്കൊക്കെ കിട്ടുന്നതിനായിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ സഹായിക്കുന്നുണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു ഒരു LED ഹെഡ് ലാംപ്സാണ് നൽകിയിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് R15 എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നത്. സെൻറ്ററിൽ ഒരു ത്രികോണത്തിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്കൊരു എയർ ഇൻടേക്ക് നൽകിയിട്ടുണ്ട്. എയർ ഇൻടേക്ക് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ഭാഗമുണ്ട്, പക്ഷേ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു എയർ ഇൻടേക്കാണ്. 2 മിററുകൾ കാണാം. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വിൻഷീൽഡാണ്. അത് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റോക്കായിട്ട് വരുന്ന ഒരു വിൻഷീൽഡല്ല. മുന്നിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടയർ കാണാം. 17 ഇഞ്ചാണ് വാഹനത്തിൻ്റെ റിം സൈസ് വരുന്നത്. അതുപോലെ തന്നെ നല്ല വിഡ്ത്തുള്ള ഒരു ടയറുകൾ തന്നെയാണ് നമുക്ക് ഫ്രണ്ടിലും നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ഒരു ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABSും അതിന് ലഭ്യമായിട്ടുണ്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സൈഡ് ലുക്കാണ്. ആ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ആ ഒരു കിറ്റും കൂടെ വരുന്ന സമയത്ത് നമുക്ക് വളരെ രസകരമായൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം നമുക്കതായത് റേഡിയേറ്റർ, ഈ വാഹനത്തിൻ്റെ റേഡിയേറ്ററിന് ഒരു എക്സ്ട്രാ ഒരു ഗ്രില്ല് കൂടി ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു R15 എന്നുള്ള ബാഡ്ജിങ് കാണുന്നത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. കാരണം ഈ വാഹനത്തിന് അതിനൊരു റേഡിയേറ്ററിന് ഒരു കവറിങ് ഇല്ല. അതായത് ആ സമയത്ത് നമുക്ക് വാഹനം പവർ വാഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കല്ലോ മറ്റോ തട്ടുന്ന സമയത്ത് റേഡിയേറ്ററിന് ഡാമേജ് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് നൽകിയിട്ടുള്ളൊരു കാര്യമാണത്. അത് ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വാഹനത്തിൽ എക്സ്റ്റേണലി കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അത് ഈ സൺ വൈസറിലും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ബാർ, ഒരു ക്രാഷ് കാട്ടുന്ന തരത്തിലൊരു ബാർ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴേക്കും VVA എന്നുള്ള ഒരു ഇത് കാണാം, ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എൻജിൻ്റെ വാൽവിൻ്റെ കോൺഫിഗറേഷനാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു ടാങ്കാണ്. ടാങ്കിനൊരു കവറിങ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മസ്കുലർ ആയിട്ടുള്ള വാഹനമാണ്. നമുക്ക് വാഹനം അടുത്ത് കാണുന്ന സമയത്ത് തോന്നിപ്പിക്കുന്നതിനായിട്ട് ഈ ഒരു ടാങ്കിൻ്റെ കവറിങ് കൊണ്ട് തന്നെ സഹായിക്കുന്നുണ്ട്. ഒരു സ്പോർട്ടി ഫീലുള്ള ഒരു വാഹനം, അല്ലെങ്കിൽ ഒരു 150 cc ഒരു സ്പോർട്ടി വാഹനമാണ് ഈ വെർഷൻ 3 R15 എന്ന് പറയുന്നതിന് കുറച്ച് ഫീച്ചേഴ്സ്, അതായത് സ്പോർട്ടി ബൈക്കുകളുടെ പല ഫീച്ചേഴ്സുകളും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ, അതുപോലെ തന്നെ ക്ലിപ്പ് ആയിട്ടുള്ള ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഹാൻഡിൽ, അതെല്ലാം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്പോർട്ടി ഫീച്ചർ നൽകുന്ന ഒരു കാര്യങ്ങൾ. ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ്ലി ഫോർക്കിൽ നിന്നും കണക്ട് ചെയ്ത രീതിയിലാണ് അത് നൽകിയിട്ടുള്ളത്. അത് കൂടുതലായിട്ട് സപ്പോർട്ട് നമ്മളെ കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ ലഭിക്കുന്നതിനായിട്ട് സഹായിക്കും. ഇവിടെയായിട്ട് ടാങ്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് യമഹ എന്ന
യമഹയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ കാണാൻ സാധിക്കുന്നുണ്ട്. 150 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഒരു ക്രൂയിസർ എന്ന രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് വളരെ സഹായമാകുന്ന ഒരു കാര്യം തന്നെയാണ്. പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോയർ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ വാഹനങ്ങളിലൊക്കെ തന്നെ അത് വളരെ എക്സ്പോസ്ഡ് ആയ രീതിയിലാണ് നൽകിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അത് കുറച്ചുകൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, കാരണം അത് എൻജിൻ്റെ ഹീറ്റൊന്നും ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് കിട്ടാതിരിക്കാൻ വേണ്ടി ആവുമെന്ന് തോന്നുന്നു. പക്ഷേ പുറത്തുനിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു രീതിയിൽ അതിന് ഡാമേജ് സംഭവിക്കാനുള്ളൊരു സാധ്യതയും അവിടെ തന്നെ നൽകുന്നുണ്ട്. ഫുഡ് പെഗ്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ള വിട്ടുള്ള ഒരു ഫുഡ് പെഗ്സൊക്കെ നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് തോന്നി. കാരണം ആ ഒരു റൈഡിങ് പൊസിഷനിൽ നല്ലപോലെ ഒരു സപ്പോർട്ട് നമ്മുടെ ഫുഡ് റെസ്റ്റുകളിലൊക്കെ നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിലുകളിലും നമ്മുടെ റൈഡിങ് പൊസിഷൻ അനുസരിച്ച് ഈ ഹാൻഡിലുകളിലേക്കും നമുക്ക് കുറച്ചധികം സപ്പോർട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നൽകാനുള്ള ചാൻസ് ഉണ്ട്. പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു മോണോക്രോസ് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്കൊരു ടെലസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷനാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് പറയാം. പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു വിഡ്ത്ത് കൂടിയ ഒരു ടയറാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുന്നതിനായിട്ടൊക്കെ തന്നെ അത് സഹായമാകും. പുറകുവശവും അതുപോലെ തന്നെ നല്ല ഒരു വീതിയുള്ള, മുൻവശം പോലെ തന്നെ അത്യാവശ്യം വീതിയുള്ള രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെയും ബാക്ക് സൈഡ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ക്ലസ്റ്റർ നോക്കാം. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് ആദ്യം തന്നെ കീ ഓൺ ചെയ്യാം. ഒരു LED ഇൻഡിക്കേഷനൊക്കെ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫുൾ RPM നമ്മൾ റെഡ് ലൈൻ ചെയ്യുന്ന സമയത്തൊക്കെ അത് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുന്നതിനായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. RPM മീറ്ററും സ്പീഡോ മീറ്റർ കാര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രലായതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ അവിടെ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ABSൻ്റെയും സ്വിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് വാഹനം ഓൺ ചെയ്യാം. ഇത്തരത്തിലാണ് വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ നോട്ട് വരുന്നത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ശബ്ദമാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇനി നമുക്ക് വാഹനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അതിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഗിയറിലായിട്ടുണ്ട്. ചെറിയൊരു കയറ്റമാണ് നമ്മളിപ്പോൾ കയറുന്നത്. സെക്കൻഡ് ഗിയറിലായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ പറയേണ്ടത് ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ വാക്ക് അറൗണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ ആ ഒരു ഹാൻഡ്ലിങ് കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ആ ഒരു ഹാൻഡിലേക്ക് കൂടുതൽ സപ്പോർട്ട് നമ്മുടെ കൈകളിൽ നിന്ന് നമ്മൾ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് കൈക്ക് വേദന വരാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളത്. അത് ഈ ഒരു തരത്തിലുള്ള ഒരു സ്പോർട്ടി വാഹനങ്ങളുടെ ഒരു യൂസ് പ്രോപ്പർ ആവാതെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് അത്തരത്തിൽ കൈക്കും അതുപോലെ തന്നെ നടുവിനൊക്കെ തന്നെ വേദന വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ തരത്തിലുള്ള ഒരു ഷേപ്പ് ആ ഒരു ഈ വാഹനം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വാഹനം എടുക്കാൻ പോകുന്നതെന്ന് വേണ്ടി അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 4th ഗിയറിലായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോരാൻ സാധിച്ചു. ആദ്യം തന്നെ പറയേണ്ടത് നമുക്ക് ഈ ഒരു റൈഡിങ് പോസ്റ്റർ ഇത്തരത്തിലാണ് നൽകിയിട്ടുള്ളത്. അത് തന്നെ വളരെ നമ്മൾ ആ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഓടിക്കാൻ ഈ ഒരു പോസ്റ്ററിൽ ഇരിക്കുന്നത് തന്നെ തോന്നുന്നത്. വളരെ സ്ലോ ആയിട്ട് പോകാനുള്ളൊരു തോന്നൽ നമുക്ക് ഈ ഒരു പോസ്റ്റർ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് നല്ലൊരു കർവാണ് വരുന്നത്, നല്ലൊരു ടേണാണ്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ച് പറയണം. ഡുവൽ ചാനലായിട്ടുള്ള ABS ഡിസ്ക് ബ്രേക്സാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. നല്ല എഫിഷ്യൻസി ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു ബ്രേക്കുകൾ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ആ ടേൺ ചെയ്തപ്പോൾ പറയേണ്ടതുണ്ട്. നമ്മൾ ജസ്റ്റ് ഡൗൺ ചെയ്തിട്ടാണ് തിരിച്ചത്. എന്നാൽ പോലും നല്ല സസ്പെൻഷൻ തന്നെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്.
ആ ഒരു റൈഡിംഗ് പോസ്റ്ററിനെയൊക്കെ അല്ലെങ്കിൽ ഒരു കംഫോർട്ട് ലെവലിനെയൊക്കെ സഹായിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷനും പുറകിൽ മോണോക്രോസ് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ സസ്പെൻഷൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ലൂസി ആയിട്ടുള്ള ഒരു തരത്തിലല്ല അത് ട്യൂൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് വാഹനം തിരിക്കുന്ന സമയത്തൊക്കെ ലഭിക്കുന്നുണ്ട്. ഒരു 150 cc ഒരു സ്പോർട്ടി വാഹനം അത് തന്നെയാണ് ആ ഒരു നല്ല മൈലേജ് ഫിഗറും ഒക്കെ നൽകുന്ന ഒരു മികച്ച വാഹനം തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചും ബ്രേക്കിങ്ങിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ആ വശങ്ങൾ നമുക്ക് വളരെ മികച്ച രീതി തന്നെയാണ്. അപ്പോൾ തന്നെ ഒരു അതിൻ്റെ മൈലേജ്, ഹാൻഡ്ലിങ്, ബ്രേക്കിംഗ്, പെർഫോമൻസ് എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ. അത് 150 cc ഒരു വാഹനം. അതുപോലെ തന്നെ നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനുമാണ് നമ്മുടെ യമഹയുടെ. അത് എല്ലാവർക്കും തന്നെ അറിയുന്നൊരു കാര്യമാണ്. വളരെ മികച്ച ഒരു കോമ്പിനേഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ. സ്പോർട്ടി വാഹനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഒരു പോസ്റ്ററിൽ ഇരുന്ന് വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്ന, റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഒരു സിംഗിൾ പാസഞ്ചറാണ്. ഒരു ടൂറിംഗ് പർപ്പസോ അല്ലെങ്കിൽ ട്രാക്ക് വാഹനങ്ങളിലൊക്കെ ഒരു സിംഗിൾ പാസഞ്ചറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ ഒരു വാഹനം നല്ല മികച്ച ഒരു എക്കണോമിക്കലായിട്ടുള്ള ഒരു ചൂസ് തന്നെയായിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.